ഒരു റാഗി പുട്ടാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ റാഗി പുട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റാഗി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റാഗിൻ്റെ പൗഡറല്ല വാങ്ങിച്ചത്, ഇതുപോലെ റോ ആയിട്ടുള്ള റാഗി വാങ്ങിയിട്ട് അത് പൊടിച്ചെടുത്തു. അതിലേക്ക് സ്വല്പം ഉപ്പിട്ടിട്ട് നന്നായിട്ട് പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് തരിയായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. ഭയങ്കര ഒരു ഫൈൻ പൗഡറായിട്ട് എടുത്തില്ല. പുട്ടുപൊടിയുടെ ഒരളവുണ്ടല്ലോ, കുറച്ച് തരിയായിട്ട് കിടക്കുന്നത്, ആ ഒരു രീതിയിലാണ് ഞാനിത് പൊടിച്ചെടുത്തത്. നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഗോതമ്പിനെക്കാട്ടിലും ചോറിനെക്കാട്ടിലും ഒക്കെ ഒത്തിരി എന്താ പറയുക, ഗ്ലൂട്ടോണിൻ്റെ അളവ് ഒരുപാട് കുറവാണ് റാഗിയിൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡയറ്ററി ഫുഡാണിത്. ഒരാൾ അവിടെ നിന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്നു, ലൈറ്റ് ഓൺ ആക്കുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു. അതാണ് ഇങ്ങനെ ഒരു ലൈറ്റിൻ്റെ ഒരു ബ്ലിങ്കിങ് വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ. എനിക്ക് റാഗി പുട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് പഴത്തിൻ്റെ കൂടെയാണ്. ഏതൊരു പുട്ടാണെങ്കിലും, ഗോതമ്പ് പുട്ടാണെങ്കിലും അരിപ്പുട്ടാണെങ്കിലും ചോളത്തിൻ്റെ പുട്ടാണെങ്കിലും ഒക്കെ എനിക്ക് പഴത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. ഇവിടെ ഞാൻ ഇന്ന് ചെറുപയറല്ല വൻപയർ മുളപ്പിച്ചിട്ട് ഒരു തോരൻ പോലെ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പഴം കൂട്ടി കഴിക്കാം. ഇനിയിപ്പോൾ അത് ലഞ്ചായിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഞാൻ ലഞ്ചിനായിട്ടാണ് എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വേറെ എന്ത് കറിയാണോ ഉള്ളത് ആ കറിയുടെ കൂടെ തന്നെ ചോറ് കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കാം. അപ്പോൾ നമ്മുടെ റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഹെൽത്തിയുമാണ്, വളരെ ഈസി അല്ലേ. ഈ റാഗി എന്ന് പറയുന്ന ഈ പഞ്ഞിപ്പുല്ല് പണ്ട് കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടി കുറയില്ല. ഇങ്ങനെ പുട്ടായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ കുറച്ച് മുളപ്പിച്ച വൻപയറും കൂടെ ഒന്ന് തോരനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു, ഇതിൻ്റെ ഒരു സൈഡായിട്ട്. എല്ലാവർക്കും ഈ റാഗി പുട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇത് ചെയ്ത് നോക്കണം, കഴിച്ച് നോക്കണം. വളരെ ടേസ്റ്റി യമ്മിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.